Hello everyone, welcome back to Xylem Learning. It's me Jamshad. Today we are going to learn the editing. ഇന്നത്തെ ഈ ഒരു സെഷനോട് കൂടി നമ്മൾ എഡിറ്റിംഗിന്റെ കംപ്ലീറ്റ് പാർട്ട് നമ്മൾ പഠിച്ചിരിക്കും, സെറ്റ് ആക്കിയിരിക്കും, വൈബ് ആക്കിയിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is the most wanted grammar session. Why? Grammar sessions പലതുണ്ടെങ്കിലും എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സെഷൻ ആണ് എഡിറ്റിംഗ് എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ ആവശ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എഡിറ്റിംഗ് ഡസന്റ് ഹാവ് എനി സ്പെസിഫിക് സ്റ്റെപ്സ് ഓർ റൂൾസ്. മറ്റുള്ള ക്വസ്റ്റ്യൻ ടാഗിനായാലും മറ്റു എല്ലാ ഗ്രാമർ പാർട്സിനും എന്തുണ്ട്, ചില സ്പെസിഫിക് സ്റ്റെപ്സ് ഉണ്ട്, ചില റൂൾസ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും, അതിന്റെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വി ഹാവ് ടു യൂസ് എവറി ഗ്രാമർ റൂൾസ്. ഇത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഗ്രാമർ റൂൾസും എന്തായിരിക്കണം, മെന്റലിലേക്ക് വന്നുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി ഈ എഡിറ്റിംഗിന്റെ കംപ്ലീറ്റ് സെറ്റപ്പും സ്റ്റെപ്പുകളും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ വിൽ ബി ദ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഡെഫിനറ്റ്ലി എങ്ങനെയാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് ആ ഒരു സെഷൻ തന്നെ വന്നിട്ടുണ്ടാകും. ഒരു പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫിൽ ചില ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, അവിടെ കുറച്ച് ബോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ടാകും. സോ ആ ഒരു സെഷൻ ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുണ്ടാവുക. ആ ഒരു സെഷനിലേക്ക് എന്താണ് മിസ്റ്റേക്ക് എന്ന് ഓൾറെഡി നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താക്കും തന്നിട്ടുണ്ടാകും. ഇതാണ് കേട്ടോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട്. സോ അതാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത്. സോ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, വേർബ് ഫോംസ്. ആ വേർബിന്റെ ഫോം നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് വേർബ് ഫോം എന്നുള്ളത്. അതായത് ഫസ്റ്റ് ഫോം ഉണ്ട്, സെക്കൻഡ് ഫോം ഉണ്ട്, തേർഡ് ഫോം ഉണ്ട്. ഏതൊക്കെയാണ്? ഗോ, വെന്റ്, ഗോൺ. ഓക്കെ, ഗോന്റെ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് ആ ഒരു വേർബ് ഫോമിന്റെ സെക്ഷൻ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനുള്ള ഒരു ട്രിക്ക് ആണിത്. എവിടെ നിങ്ങൾ ഹാസ്, ഹാവ്, ഹാഡ് കണ്ടോ അവിടെ നിങ്ങൾ തേർഡ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറന്നു പോകരുത്. എവിടെ നിങ്ങൾ ഹാസ് കണ്ടോ, ഹാവ് കണ്ടോ, ഹാഡ് കണ്ടോ, ഈ ആ ഒരു ഓക്സിലറി വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? തേർഡ് ഫോം ഓഫ് ദ വേർബ്. നോക്കാം. ഹി ഹാസ്, ഓക്കെ, ഗോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഹി ഹാസ് ഗോൺ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സോ ഒരിക്കലും അവിടെ എന്താ ഹി ഹാസ് വെന്റ് എന്ന് ഒരിക്കലും കൊടുക്കരുത്. ഹാസ്, ഹാവ്, ഹാഡ് വന്നാൽ ഡെഫിനറ്റ്ലി തേർഡ് ഫോം, V3 ഫോം ഡെഫിനറ്റ്ലി കൊടുത്തിരിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? Next one, use the first form of the verb after modal auxiliaries. അതിന് മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാ മോഡൽ ഓക്സിലറീസ്? ഓക്കെ, can, could, will, would, shall, should, may, might, അതുപോലെ തന്നെ must. ഇതുപോലത്തെ മോഡൽ ഓക്സിലറീസിന് ശേഷം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏതാ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഫസ്റ്റ് ഫോമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. I will go. I will go എന്ന് ഒരിക്കലും പറയില്ല. I can went. ഓക്കെ, അങ്ങനെ പറയില്ല. I can ഗോ എന്നേ പറയുള്ളൂ. ഫസ്റ്റ് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. സോ മാക്സിമം നിങ്ങളുടെ മെന്റിലേക്ക് ഇത് എന്താക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, യൂസ് ദ ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ആഫ്റ്റർ ഡു, ഡസ്, ഡിഡ്. പലപ്പോഴും പലരുടെ മനസ്സിലും ആക്ച്വലി പിന്നെയും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഈ ഒരു ഫോം, ഡു, ഡിഡ്, ഡസ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഇരുന്നു, അതായത് കുറച്ചുകൂടി ഫേം ആയിട്ട് പറഞ്ഞ സമയത്ത് I did sit എന്നാണ് പറയാം. ഞാൻ ശരിക്കും ഇരുന്നു എന്ന് പറയും. പക്ഷെ ഇങ്ങനെ മനസ്സിൽ വരുന്ന സമയത്ത് ഓ ഞാൻ ഇരുന്നു, പാസ്റ്റ് ആണല്ലോ. അപ്പൊ പാസ്റ്റ് ആകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി സെക്കൻഡ് ഫോം യൂസ് ചെയ്യണ്ടേ? I did sat എന്ന് വരണ്ടേ എന്ന് ഇങ്ങനെ ചിന്ത വരും. പക്ഷെ അവിടെ ഡിഡ് ഓൾറെഡി വന്നത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്താക്കണ്ട, സെക്കൻഡ് ഫോമിലേക്ക് കടക്കണ്ട. ഫസ്റ്റ് ഫോം മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ, I did not visit. ഒരിക്കലും അവിടെ I did not visit. ഡിഡ് എന്ന സമയത്ത് അത് പാസ്റ്റ് ആണല്ലോ. സോ എന്താക്കാം, വിസിറ്റഡ് എന്ന് ചേർത്തേക്കാം എന്ന് കരുതും. നോ നീഡ്. അവിടെ എന്തേ ചേർക്കേണ്ടുള്ളൂ? I did not visit. ഡിഡ് വന്നത് കൊണ്ട് അവിടെ വിസിറ്റഡ് ചേർക്കണമെന്നില്ല. ഓൾറെഡി ഒരു പാസ്റ്റിന്റെ ഒരു എലമെന്റ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇഡി ചേർത്തിട്ട് പാസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. സെറ്റ്. ഓക്കെ, രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് ടെൻസ് റിലേറ്റഡ് മിസ്റ്റേക്സ് ആണ്. സോ ടെൻസ് റിലേറ്റഡ് മിസ്റ്റേക്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു എക്സാമ്പിൾ കാണുമ്പോഴേക്കും ചില ആൾക്കാരെങ്കിലും ചിരിക്കുന്നുണ്ട്, ഇത് മനസ്സിലായിട്ടുള്ള ആൾക്കാരെ. സോ എന്താണ് മിസ്റ്റേക്സ് എന്നുള്ളത് നോക്കാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹി വെന്റ് ടു മാർക്കറ്റ് ആൻഡ് മീറ്റ് ഹിസ് ഫ്രണ്ട് യെസ്റ്റർഡേ. ഓക്കെ, ഈസിയാണ്. എന്താണ് ഇവിടെ വെന്റ് എന്നുള്ള ഒരു സംഭവം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാകും എന്ത്, അത് പാസ്റ്റിലാണ്. ഇവിടെ കളറിൽ കൊടുത്തത് മീറ്റ് ആണ്. സോ മിസ്റ്റേക്ക് മീറ്റ് ആണ്. അവിടെ ശരിക്കും എന്താ വരേണ്ടത്?
met എന്നാണ് വരേണ്ടത്. Cause എന്താണ് കാരണം ഇവിടെ went എന്നുള്ളത് പാസ്റ്റിൽ വന്നിട്ടുണ്ട്. സോ ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് പോർഷൻ ഏത് ടെൻസിലാണോ കൊടുത്തത് അതേ ടെൻസിൽ മാത്രമേ അതിന്റെ സെക്കൻഡ് പോർഷനും കൊടുക്കാൻ പാടുള്ളൂ. സോ ഇവിടെ എന്താണ് he went to market and met his friend yesterday. ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ സബ്ജക്ട് അല്ലെങ്കിൽ ആ ഒരു മെയിൻ ആയിട്ടുള്ള ആ ഒരു വേർബ് ഏതാണെന്ന് നോക്കിയിട്ട് അത് ഏത് ടെൻസിലാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു ടെൻസ് തന്നെ സെക്കൻഡ് സെക്ഷനിലും നമ്മൾ എന്താക്കുക യൂസ് ചെയ്യാം. കൂടാതെ ചില സമയത്ത് അങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടാകും യെസ്റ്റർഡേ എന്ന് കൊടുത്തിട്ടുണ്ടാകും. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? പാസ്റ്റ് അല്ലേ, ഫ്യൂച്ചർ അല്ലേ? ചില സമയത്ത് ടുമോറോ എന്ന് കൊടുക്കും. ആ കൊടുക്കുന്ന സമയത്ത് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് മനസ്സിലാക്കാം അത് ഏത് ടെൻസിലേക്കായിരിക്കും വേണ്ടി വരിക. പിന്നെ എസ്പെഷ്യലി അവിടെ ഹൈലൈറ്റ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ കളർ മാറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ ബോൾഡ് ആക്കിയത് കൊണ്ടോ അണ്ടർലൈൻ ചെയ്തത് കൊണ്ടോ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് മിസ്റ്റേക്ക് എന്ന്. സോ ആ മിസ്റ്റേക്ക് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അത് ഏത് ടെൻസിലാണ് യൂസ് ചെയ്തതെന്നുള്ളത് ആ ഒരു സെന്റൻസ് നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. സോ ആ ഒരു സെഷനും ക്ലിയർ ആയി. നെക്സ്റ്റ് വൺ സിംഗുലർ ആൻഡ് പ്ലൂറൽ റിലേറ്റഡ് മിസ്റ്റേക്സ് ആണ്. പലപ്പോഴും പലർക്കും മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കുന്നതാണ്. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സെഷൻ ആണ്. നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, സിംഗുലർ ഓക്സിലറീസ് വേർബ് സിംഗുലർ സബ്ജക്റ്റിന്റെയോ നൗണിന്റെയോ പ്രൊനൗണിന്റെയോ കൂടി യൂസ് ചെയ്യണം. അതായത് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറ്റി വെക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഏതാണ് സിംഗുലർ സബ്ജക്ട്, ഏതാണ് പ്ലൂറൽ സബ്ജക്ട്. സിംഗുലർ സബ്ജക്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് ഫസ്റ്റ് പ്ലൂറൽ സബ്ജക്ട് ഏതാണെന്ന് മനസ്സിലാക്കാം. സോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊരു ഈസി ട്രിക്ക് ഉണ്ട്. ഐ യു ദേ വി, അയ്യോ ദേവി, അത് ആലോചിച്ചാൽ മതി. അത് ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്ലൂറൽ സബ്ജക്ട് ഏതാണെന്ന് കിട്ടും. അതല്ലാത്തതൊക്കെ എന്താണ്? സിംഗുലർ സബ്ജക്ട് ആണ്. ഏതൊക്കെ? ഹി, ഷീ, ഇറ്റ്, ഇനി ഏതെങ്കിലും പേര്. ഓക്കെ, ജംഷാദ്. ഓക്കെ, ഇതൊരു സിംഗുലർ സബ്ജക്ട് ആണല്ലോ. സോ ഓക്കെ, ജംഷാദിന്റെ കൂടെ വേറെ ഏതെങ്കിലും പേര് കൂട്ടുകയാണെങ്കിൽ ജംഷാദ്, ഷാഹിദ് വരികയാണെങ്കിൽ എന്തായി? അത് പ്ലൂറൽ. ജംഷാദ് ആൻഡ് ഷാഹിദ് എന്ന് പറയുന്നത് പ്ലൂറലായി. ഈസി. അപ്പോ മറന്നു പോയത് ഐ യു ദേ വി എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ പ്ലൂറൽ സബ്ജക്റ്റ് ചേർക്കുന്ന സമയത്ത് അതിന്റെ കൂടെ പ്ലൂറൽ ഓക്സിലറീസ് കൂടി ചേർക്കണം. സിംഗുലർ സബ്ജക്റ്റിന് കൂടെ സിംഗുലർ ഓക്സിലറീസ് കൂടി ചേർക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, അല്ല സാറേ അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന് കൂടെ ചേർക്കേണ്ട ഓക്സിലറീസ് ഏതൊക്കെയാ, പ്ലൂറലിന്റെ കൂടെ ചേർക്കേണ്ട ഓക്സിലറീസ് ഏതൊക്കെയാ? ഓക്കെ, പറഞ്ഞു തരാം. നെക്സ്റ്റ് സ്ലൈഡിൽ ഉണ്ട്. അതിന്റെ മുന്നൊരു എക്സാമ്പിൾ നോക്കൂ. ഹി ഈസ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഹി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. അതിന്റെ കൂടെ ഈസേ ചേർക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും ഹി വർ എന്ന് ചേർക്കാൻ പറ്റില്ല, അത് റോങ് ആണ്. ഈസി. ഇനി ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് ഇതാ കണ്ടോളൂ. സിംഗുലർ ഓക്സിലറീസ് ഈസ്, വാസ്, ഹാസ്, ഡസ്. ഇതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ വരാൻ പാടുള്ള ഓക്സിലറീസ് എന്ന് പറയുന്നത്. ഇനി പ്ലൂറൽ ഓക്സിലറീസ് എന്ന് പറയുന്നത് ആർ, വർ, ഹാവ്, ഡു എന്നാണ്. എന്നാൽ ഇതൊക്കെ മൈൻഡിൽ കയറി വെക്കണം, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. കോമൺ ഓക്സിലറീസ് ഉണ്ട്. സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ ഇതിനൊക്കെ കൂടെ വരുന്ന ഓക്സിലറീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇതൊക്കെ മോഡൽ ഓക്സിലറീസ് ആണ് കേട്ടോ. ഏതൊക്കെയാ? ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് കോമൺ ഓക്സിലറീസ്. ഓക്കെ, ഇത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ ഇത് വരാനുള്ളത്. ദേ ക്യാൻ എന്ന് വരും, ഹി ക്യാൻ എന്ന് വരും, ഐ ക്യാൻ എന്ന് വരും. ഓക്കെ, യു ഗൈസ് ഓൾ ക്യാൻ. ഓക്കെ, ഈസി ആണ്. നെക്സ്റ്റ് വൺ, റിലേറ്റീവ് പ്രൊനൗൺ റിലേറ്റഡ് മിസ്റ്റേക്സ്. എന്താണ് ഈ റിലേറ്റീവ് പ്രൊനൗൺ? അത് നോക്കാം. എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ? ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദ ബോയ് ഹു ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് ഇസ് മൈ ബ്രദർ. ഓക്കെ, ഇവിടെ ആക്ച്വലി ദ ബോയ് എന്നതിന് എന്താണ് അതിനെ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്ത് പറയാണ്. ദ ബോയ്, ഒരു ബോയ് ഉണ്ട് കേട്ടോ. ഹു ഗോട്ട് ദ ഫസ്റ്റ് റാങ്ക് ഇസ് മൈ ബ്രദർ. ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആ ഒരു ബോയ് ഉണ്ടല്ലോ, അത് എന്റെ ബ്രദർ ആണ് എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ ഹു എന്നുള്ളതാണ് ആക്ച്വലി റിലേറ്റീവ് പ്രൊനൗൺ. ഈ ഒരു റിലേറ്റീവ് പ്രൊനൗണില് എന്ത് വരും? മിസ്റ്റേക്സ് തന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും. ഫസ്റ്റ് യൂസ് ഹു. അതിനുള്ള ചെറിയ ടിപ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യൂസ് ഹു ഇഫ് ദ സബ്ജക്ട് ഇസ് പേഴ്സൺ. ഇവിടെ ബോയ് എന്നുള്ളത് ഒരു പേഴ്സൺ അല്ലേ, ഒരു വ്യക്തിയല്ലേ? സോ ഇനി ബോയിന്റെ പകരം ഒരു രാജു അല്ലെങ്കിൽ രാധ എന്ന് കൊടുക്കുകയാണെങ്കിലും അതൊക്കെ വ്യക്തിയാണെങ്കിൽ നമ്മൾ ഹു എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി അത് വസ്തുവാണെങ്കിൽ ഇഫ് ദ സബ്ജക്ട് ഈസ് എ തിങ്, ഒരു വസ്തു ആണെങ്കിൽ, മൊബൈൽ ആണെങ്കിൽ, പെൻസിൽ ആണെങ്കിൽ, വാച്ച് ആണെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും സബ്ജക്ട് ആണെങ്കിൽ, സബ്ജക്ട് ഒരു തിങ് ആണെങ്കിൽ, ഒരു വസ്തു ആണെങ്കിൽ വിച്ച് ദാറ്റ് പോലുള്ള റിലേറ്റീവ് പ്രൊനൗണുകൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സമയമാണെങ്കിൽ എന്ത് കൊടുക്കണം? വെൻ എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പ്ലേസ് ആണ് കൊടുത്തെങ്കിൽ, സ്ഥലമാണ് കൊടുക്കുന്നതെങ്കിൽ
വേർ എന്നുള്ള ആ ഒരു റിലേറ്റീവ് പ്രൊനൗൺ യൂസ് ചെയ്യണം. സോ അത് നിങ്ങൾ ഒരിക്കലും തെറ്റിപ്പോകരുത്. ആ ഒരു റിലേറ്റീവ് പ്രൊനൗൺ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പാർട്ട് ഈസി ആയിരിക്കും. ഇവിടെ ഒരു മിസ്റ്റേക്ക് കൊടുത്തിട്ടുണ്ട്. ദ ബോയ് വിച്ച് വോൺ ദ ഫസ്റ്റ് റാങ്ക്. ഇങ്ങനെ പറയാം, ദ ബോയ് വിച്ച് എന്നല്ല, ഹു ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. സോ ഇതുപോലത്തെ മിസ്റ്റേക്കും വരാറുണ്ട്, ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു ബോണസ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പൊതുവെ നിങ്ങൾക്ക് എഡിറ്റിംഗിന് വരാറുണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചോദിക്കും. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളേജ്, ഓക്കെ, കോളേജിന്റെ നിങ്ങൾ എന്താകും പൊതുവെ മിസ്റ്റേക്ക് തെറ്റി പോകുന്ന ഒരു പിന്നെ ചില വേർഡ്സ് ഉണ്ടാവുമല്ലോ, ആ വേർഡ്സ് ആണ് ചോദിക്കുക. അതുപോലെ തന്നെ കണ്ടിന്യൂസ് എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ ബോൾഡ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പെല്ലിംഗ് കൂടി എന്താക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പങ്ക്ച്വേഷൻ മാർക്ക്, ചില സെന്റൻസിന്റെ ലാസ്റ്റ് വൈ ആർ യു ലേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ആക്ച്വലി വേണ്ടത്. ആ ഒരു പങ്ക്ച്വേഷൻ മാർക്ക് വേറെ ഏതെങ്കിലും പങ്ക്ച്വേഷൻ മാർക്ക് ഒക്കെ തരും. എക്സ്പ്ലനേറ്ററി ആ ഒരു മാർക്കൊക്കെ എക്സ്പ്ലനേറ്ററി മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ, ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്കിന് പകരം. സോ അതും ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, അപ്പർ ആൻഡ് ലോവർ കേസ്. ക്യാപിറ്റൽ ലെറ്ററും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കേണ്ട സമയത്ത് സ്മോൾ ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും, സ്മോൾ ലെറ്റർ കൊടുക്കേണ്ടടുത്ത് ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിട്ടുണ്ടാവും. എവിടെയാണ് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല, ഇതിന്റെ പുറമെയും ഏത് തരത്തിലും നിങ്ങൾക്ക് എന്ത് വരാം, മിസ്റ്റേക്സ് കൊടുക്കാം. അതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. ആക്ച്വലി എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. പക്ഷേ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ എക്സാം ബോർഡ് ചോദിക്കുന്ന തരത്തിലുള്ള മിസ്റ്റേക്സുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഒരൊറ്റ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെ തരത്തിൽ, ഇത് ആക്ച്വലി അത് നോക്കിയിട്ടാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, ഇത്രയും സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എഡിറ്റിംഗിന്റെ കംപ്ലീറ്റ് മാർക്കും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, if you find this video as an informative, share, subscribe and leave a comment. It's me Jamshad from Xylem Learning.